തുമ്പത്ത് മനുഷ്യച്ചങ്ങല തീർത്ത് തീരദേശ ജനത. ആയിരങ്ങളാണ് മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നത്. വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയായത്. മുനമ്പം കമ്മീഷന്റെ പ്രതികരണം ആശാവഹമെന്ന് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. മനുഷ്യച്ചങ്ങലയ്ക്ക് പിന്തുണയുമായി എറണാകുളം അങ്കമാലി അതിരൂപതയും കൊച്ചി രൂപതയും രംഗത്തെത്തി. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ആശാവഹമായ ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിൽ വായിക്കുകയുണ്ടായി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ, മുനമ്പം കമ്മീഷൻ കഴിഞ്ഞ ദിവസം മുനമ്പം സന്ദർശിച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഒരു കോടതിയും മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് തീർച്ചയായും പ്രത്യാശയ്ക്ക് വക നൽകുന്നു. അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങളുമായ അർജുൻ, ആയിരങ്ങൾ അണിനിരന്ന ഒരു വലിയ പ്രതിഷേധമാണ് കണ്ടത്. അതിന് സഭകളുടെ പൂർണ്ണ പിന്തുണയും എന്നതാണ്. വിനീത, മുനമ്പം മുതൽ വൈപ്പിൻ വരെ ഏതാണ്ട് 27 കിലോമീറ്റർ ദൂരത്താണ് മനുഷ്യച്ചങ്ങല തീർത്തത്. മുനമ്പം ജനതക്ക ഐക്യദാർഢ്യവുമായി വരാപ്പുഴ, കോട്ടപ്പുറം രൂപതകളുടെ നേതൃത്വത്തിലാണ് ഈ മനുഷ്യച്ചങ്ങല തീർത്തത്. ഇതിൽ എറണാകുളം അങ്കമാലി അതിരൂപതകളും പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. കൊച്ചി രൂപതയും പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഫോർട്ട് വൈപ്പിനിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് ആദ്യ കണ്ണിയായത്. അതോടൊപ്പം തന്നെ മുനമ്പം സമരപ്പന്തൽ വരെയാണ് ഈ ചങ്ങല നീണ്ടത്. മുനമ്പം സമരപ്പന്തലിൽ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും അവസാന കണ്ണിയായി കണ്ണി ചേർന്നിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് ഈ മുനമ്പം ജനതയ്ക്ക് ഉള്ളത്. പ്രത്യേകിച്ച് കമ്മീഷന്റെ നീക്കങ്ങളിൽ കമ്മീഷൻ അടുത്ത മാസം റിപ്പോർട്ട് നൽകും എന്ന് ഇന്നലെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഈ രണ്ട് ബിഷപ്പുമാരും പങ്കുവച്ചത്. പക്ഷേ സമരവുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 85ാം ദിവസമാണ് സമരം തുടരുന്നത്. എന്തായാലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ആളുകൾ ഈ മനുഷ്യച്ചങ്ങലയിൽ ഈ മുനമ്പം ജനതയ്ക്ക് പിന്തുണയുമായി അണിചേർന്നിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.